പെരിങ്ങത്തൂരിലേക്ക് കടക്കുന്ന കേരള യാത്ര വളരെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മുതൽ പ്രായം ചെന്ന ഉപ്പമാർ വരെ ആ മഹാമനുഷ്യയെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മഴയിലും കാറ്റുപാടിലും പാട്ടുപാടിടും രാവുകൾ വീടുമഴവിലും ചൂടുമഴുവിലും കൂടുകൂട്ടും കിനാവുകൾ സ്നേഹമന്ത്രമാവാൻ മാനം ഭദ്രമാവാൻ കുടിനതയില്ലാത്തതില്ല. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ അരുതായ്മകളോടും സമരസപ്പെടാതിരിക്കണം. എവിടെയെങ്കിലും നടക്കുന്ന അനീതി നീതിക്ക് ഭീഷണിയാണെന്ന് എവിടെയെല്ലാം അപ്പോഴെല്ലാം അതിനെതിരെ എന്നാണല്ലോ ഏറെ ഹൃദ്യമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ കോഴിക്കോട് മണ്ണിലേക്ക് കേരള യാത്ര കടന്നിരിക്കുകയാണ്. ഹൃദയഭൂമിയായ കോഴിക്കോട്ടേക്ക് പ്രവേശിക്കുകയാണ്. പരവതാനി വിരിച്ചുകൊണ്ട് യാത്രാ നായകരെ സ്വീകരിക്കുകയാണ്. ആവേശം മുട്ടി നിൽക്കുന്ന സമയമാണ്. കോഴിക്കോടിന്റെ ഭൂമിയിൽ സംഘടനയുടെ നേതാക്കൾ യാത്രയായി എത്തുന്നു. ഇവിടെ യാത്രയുടെ എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. സ്വീകരിക്കുകയാണ്. ഈ പാലത്തിനപ്പുറത്ത് നിന്ന് യാത്രാ സംഘത്തെ കോഴിക്കോട്ടേക്ക് അയക്കുന്ന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദ് അടക്കമുള്ള യാത്രാ നായകരെ ബൊക്ക നൽകി സ്വീകരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദും കോഴിക്കോടിന്റെ അതിർത്തിയായ പെരിങ്ങത്തൂരിൽ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. കാസർഗോഡും കണ്ണൂരും വലിയ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് ഇതാ യാത്ര ഇപ്പോൾ കോഴിക്കോടും ആവേശം സൃഷ്ടിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ആയിരിക്കും യാത്ര. ഇന്ന് നാദാപുരത്ത് ആദ്യ സ്വീകരണം തന്നെ സമ്മേളനം. അത് കഴിഞ്ഞ് കോഴിക്കോട് 4-ാം തീയതി ഹൃദയഭാഗമായ മുതലക്കുളം മൈതാനിയിൽ മലബാറിന്റെ ഹൃദയഭൂമിയായ കോഴിക്കോട് നമുക്കറിയാം വീര ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ്. കേരള യാത്രയുടെ സന്ദേശം ഏറ്റവും പ്രജ്വലമായി നിൽക്കും, അക്കാര്യത്തിൽ സംശയമില്ല. മഹാനായ CM വലിയുല്ലാഹി, വടകര മുഹമ്മദ് ഹാജി, അതുപോലുള്ള നിരവധി മഹാന്മാരുടെ അനുഗ്രഹവും കാന്തരം AP ഉസ്താദിന് കിട്ടിയ പോരാട്ടം തന്നെ നടത്തിയ കോഴിക്കോടിന്റെ രാജകീയ മണ്ണിലാണ് എത്തി നിൽക്കുന്നത് കേരള യാത്ര. മുഹമ്മദ് ഫൈസി, വണ്ടൂർ അബ്ദുറഹ്മാൻ സക്കാഫി തുടങ്ങിയ നേതാക്കളും
ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളും പേരോട് ഉസ്താദും ഇതാ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. നാദാപുരത്താണ് ആദ്യ പരിപാടി നടക്കുന്നത്. നേതാക്കൾ ഇതാ വരവേറ്റു കഴിഞ്ഞു. ഇനി ഇതാ 2 ദിവസം കോഴിക്കോടിന്റെ മണ്ണിലാണ് യാത്രകൾ നടക്കുന്നത്. കേരള യാത്ര പ്രയാണം നടത്തും. ഒരു മഹാമനുഷ്യ നടത്തുന്ന 3ാമത്തെ കേരള യാത്രയാണിത്. ഏറ്റവും ഐതിഹാസികമായ യാത്രയുടെ 3ാം പതിപ്പ് ഇതാ കേരളത്തിന്റെ മണ്ണായ കോഴിക്കോടിൽ കാണാനിരിക്കുന്നത്. ഒരു മഹായാത്രയുടെ ആവേശത്തോടു കൂടി ഇതാ തക്ബീർ വിളികളാൽ പ്രവർത്തകർ ഇവിടെ സജ്ജമായി കഴിഞ്ഞു. കോഴിക്കോട്ടേക്ക് യാത്ര പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരിങ്ങത്തൂർ പാലം കടന്ന് യാത്ര ഇതാ കോഴിക്കോട്ടേക്ക്. കാന്തപുരത്തിൻ കേരള യാത്ര സിന്ദാബാദ്. കാന്തപുരത്തിൻ കേരള യാത്ര സിന്ദാബാദ്. കാന്തപുരത്തിൻ കേരള യാത്ര സിന്ദാബാദ്. കാന്തപുരത്തിൻ കേരള യാത്ര സിന്ദാബാദ്. മണ്ണും വിണ്ണിലും മുഴങ്ങി കേരള യാത്ര ധ്വനി. മാനവരിൽ സ്നേഹമന്ത്രമോദി സഞ്ജയം പതി. കേരള മുസ്ലിം ജമാഅത്തിൻ കനി. കാന്തപുരത്തിൻ